ഇത് ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരാർത്ഥികൾ തമ്മിൽ അടിയിടുക. ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ, അടിയിട്ട് തീരട്ടെ എന്ന് തന്നെയാണ് ബിഗ് ബോസ് വിചാരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാ സീസണിലും ഉള്ളതാണ് റാങ്കിങ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. അവിടുത്തെ മത്സരാർത്ഥികളെ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു റിനോഷിനെയാണ് അവിടുത്തെ ഭൂരിപക്ഷം തീരുമാനിച്ചത്. റിനോഷിനെ 1ാം റാങ്ക് കൊടുത്തു. അഖിൽമാരാറിന് അങ്ങോട്ട് 11ാം സ്ഥാനത്ത് അങ്ങോട്ടാണ് നിർത്തിയത്. അപ്പം അതാണ് അവസ്ഥ. ഇപ്പം ഈ പ്രാവശ്യവും റാങ്കിങ് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക, ഉള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ, അതിൻ്റെ അത് കഴിഞ്ഞ് കണ്ടന്റ് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ബിഗ് ബോസ് വിചാരിച്ചേക്കുന്നത്. ഈ പ്രാവശ്യം 1ാം റാങ്കിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് മത്സരിക്കും എന്ന് നമുക്കറിയാമല്ലോ. ജാസ്മിൻ ആയാലും നോറയായാലും എല്ലാവരും. 1ാം റാങ്കിൻ്റെ സ്ഥാനത്ത് ജിൻഡോയും നമ്മളെ നന്ദനയും അഭിഷേകും എല്ലാം പോയി നിൽപ്പുണ്ട് ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു ഇനി വോട്ടിങ് വന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ അഭിഷേക് അല്ലെങ്കിൽ സായി ഇവരെ ആരെങ്കിലും ആയിരിക്കും അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം കൂടെ തീരുമാനിച്ചത്. ഇനിയും കുഞ്ഞിപ്പെങ്ങൾ എന്ന ഉദ്ദേശത്തിൽ നന്ദനെ പിടിച്ച് 1ാം റാങ്ക് കൊടുത്താലും അതിശയിക്കാനൊന്നുമില്ല കേട്ടോ. ഏതായാലും ജിൻഡോയ്ക്കെതിരെ ശക്തമായ ആക്രമണമാണ് എല്ലാവരും കൂടെ നടത്തുന്നത്. അത് അങ്ങനെ ആയിരിക്കുമല്ലോ, 1 മുതലുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും നാളും പറഞ്ഞതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നന്ദനെ അതിനകത്ത് പറഞ്ഞേക്കുന്നതാണ് എനിക്ക് വളരെ രസകരമായി തോന്നിയത്. എനിക്ക് വീടില്ല, പണം ആവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് 1ാം റാങ്ക് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ അതിനെ കണ്ടിച്ചുകൊണ്ട് പറയുന്നത് എല്ലാവർക്കും അവരുടേത് ആവശ്യമുണ്ട്, കാശ് വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല 1ാം റാങ്ക് കിട്ടുന്നത് എന്നുള്ള ഇതും പറയുന്നുണ്ട്. അതുപോലെ ഇത്രയും നാളും ജിൻഡോ കാണിച്ചതെല്ലാം പ്രശ്നമാണെന്നുള്ള രീതിയിൽ നോറയുടെ ശബ്ദം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ തലവേദന എടുക്കുന്നു കേട്ടോ. നോറ പറയുന്നതും വ്യക്തമല്ല, കലവിലാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോറ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ടാസ്ക് തന്നെ ബഹളമാകാൻ വേറെ ആരും വേണ്ട അല്ലേ. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആർക്കാണ് 1ാം റാങ്ക് കിട്ടുന്നതെന്നൊന്നും അറിയില്ല. ഏതായാലും ജിൻഡോയ്ക്ക് 1ാം റാങ്ക് വേണം, അത് ജെന്യുവിനായുള്ള കാര്യം തന്നെയാണ് ജിൻഡോ പറയുന്നത്. പക്ഷെ മറ്റുള്ളവരെല്ലാവരും ഏതായാലും സമ്മതിക്കത്തില്ല. ജിൻഡോയ്ക്ക് ചിലപ്പം കൊണ്ടുവന്ന് 20ഓ അവളെ ഏറ്റവും എന്തോ നല്ലയിടത്തും എല്ലാം കൊണ്ട് നിർത്തും. 1ാം റാങ്ക് മിക്കവാറും സായിക്കോ അഭിഷേകിനോ ഒക്കെ കൊടുക്കും.